ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഞാൻ അജിത ശിവറാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാൻ എന്നതിൻ്റെ പ്രയോഗം. നമുക്കറിയാം ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ് എന്നിവ മോഡൽ വെർബ്സുകളാണെന്നല്ലേ. ഇത്തരം വെർബുകൾ നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ക്യാനിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവേ സ്പോക്കൺ ഇംഗ്ലീഷിൽ 4 രീതിയിലാണ് നമുക്ക് ക്യാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന്, കഴിയും എന്നർത്ഥത്തിൽ ക്യാൻ യൂസ് ചെയ്യുന്നു. കഴിയില്ല എന്നർത്ഥത്തിൽ ക്യാൻ യൂസ് ചെയ്യാം നമുക്ക്. അതുപോലെ കഴിയുമോ എന്നർത്ഥത്തിലും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. കഴിയില്ലേ എന്ന് ചോദിക്കാനും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കഴിയും എന്നർത്ഥത്തിൽ ക്യാൻ എങ്ങനെ യൂസ് ചെയ്യും എന്ന് നോക്കാം. നമ്മൾ സാധാരണ പറയാറില്ലേ, എനിക്ക് പാട്ട് പാടാൻ കഴിയും, എനിക്ക് ഡാൻസ് കളിക്കാൻ കഴിയും, എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും അല്ലേ. ഇങ്ങനെ കഴിയും എന്നൊരർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർബാണ് ക്യാൻ എന്നുള്ളത്. അപ്പോൾ ക്യാൻ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസസ് ഇനി നോക്കാം. എനിക്ക് പഠിക്കാൻ കഴിയും. എങ്ങനെയാണ് നമ്മളത് ഇംഗ്ലീഷിൽ പറയാം? ഐ ക്യാൻ സ്റ്റഡി. എനിക്ക് ഓടാൻ കഴിയും. ഐ ക്യാൻ റൺ. അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവൾക്ക് വരയ്ക്കാൻ കഴിയും. ഷീ ക്യാൻ ഡ്രോ. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസുകളാണ് കണ്ടത് അല്ലേ. എല്ലാം തന്നെ പോസിറ്റീവായിട്ട് പറയുന്ന സെൻറ്റൻസസ് ആണ്. ഇനി ഇത് നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ, അതായത് എനിക്ക് പഠിക്കാൻ കഴിയില്ല, എങ്ങനെയാണ് നമ്മളത് പറയുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ എന്നതിൻ്റെ കൂടെ നോട്ട് എന്ന് കൂടി ചേർത്താൽ മതിയാവും. അപ്പോൾ എങ്ങനെയാണത് പറയാം? ഐ കനോട്ട് സ്റ്റഡി. ഐ കനോട്ട് സ്റ്റഡി എന്നുള്ളത് നമുക്ക് ചുരുക്കി പറയുമ്പോൾ ഐ കോൺ സ്റ്റഡി എന്നാണ്. അപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിയില്ല, എങ്ങനെയാണ് പറയുക? ഐ കോൺ സ്റ്റഡി. എനിക്ക് ഓടാൻ കഴിയില്ല. ഐ കോൺ റൺ. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഷീ കോൺ സ്പീക്ക് ഇംഗ്ലീഷ്. അവൾക്ക് വരയ്ക്കാൻ കഴിയില്ല. ഷീ കോൺ ഡ്രോ. അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിൽ നിന്ന് നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് കാൺട്ട് എന്നത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് പഠിക്കാൻ കഴിയും. ഐ ക്യാൻ സ്റ്റഡി. എനിക്ക് പഠിക്കാൻ കഴിയില്ല. ഐ കോൺ സ്റ്റഡി. എനിക്ക് ഓടാൻ കഴിയും. ഐ ക്യാൻ റൺ. എനിക്ക് ഓടാൻ കഴിയില്ല. ഐ കോൺട്ട് റൺ. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഹി കോൺ സ്പീക്ക് ഇംഗ്ലീഷ്. അവൾക്ക് വരയ്ക്കാൻ കഴിയും. ഷീ ക്യാൻ ഡ്രോ. അവൾക്ക് വരയ്ക്കാൻ കഴിയില്ല. ഷീ കോൺട്ട് ഡ്രോ. ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവ് സെൻറ്റൻസുകളും നെഗറ്റീവ് സെൻറ്റൻസസ് എങ്ങനെ പറയാമെന്ന് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെ പറയാമെന്ന് നോക്കാം. ക്യാൻ എന്നത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കഴിയുമോ എന്നായി. അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? അവൾക്ക് പാട്ട് പാടാൻ കഴിയുമോ? ഇങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക നമുക്ക് നോക്കാം. എനിക്ക് പഠിക്കാൻ കഴിയുമോ? ക്യാൻ ഐ സ്റ്റഡി. എനിക്ക് ഓടാൻ കഴിയുമോ? ക്യാൻ ഐ റൺ. സാധാരണ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല അല്ലേ. ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ സെൻറ്റൻസ് എങ്ങനെയാണ് പറയുക എന്നാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ ഹി സ്പീക്ക് ഇംഗ്ലീഷ്. അവൾക്ക് വരയ്ക്കാൻ കഴിയുമോ? ക്യാൻ ഷീ ഡ്രോ. സെൻറ്റൻസിലുള്ള ആക്സിലറി വെർബിനെ എടുത്ത് പ്രനൗണിന് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആകും. ക്യാൻ മാത്രമല്ല, സെൻറ്റൻസിലെ ഏതൊരു ആക്സിലറി വെർബിനെയും സെൻറ്റൻസിന് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ചോദ്യമായി. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് പ്ലേയിങ്. ഈസ് ഹി പ്ലേയിങ്? ദേ ആർ ഗോയിങ്. ആർ ദേ ഗോയിങ്? ഇതുപോലെ സെൻറ്റൻസിലെ ഓക്സിലറി വെർബിനെടുത്ത് സെൻറ്റൻസിന് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനായി. ഓക്കെ, ഇവിടെ നോക്ക്. അവൾക്ക് വരയ്ക്കാൻ കഴിയും എന്ന് പറയുകയാണെങ്കിൽ ഷീ ക്യാൻ ഡ്രോ. അവൾക്ക് വരയ്ക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിലോ ക്യാൻ ഷീ ഡ്രോ. ഇങ്ങനെ കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയം നിർമ്മിച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ ചോദ്യങ്ങളെ തന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യനായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നിനക്ക് കഴിയുമോ എന്നത് നിനക്ക് കഴിയില്ലേ എന്നൊരർത്ഥത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും അല്ലേ. നിനക്ക് പാട്ട് പാടാൻ കഴിയില്ലേ? നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലേ എന്ന് നെഗറ്റീവായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് എങ്ങനെയാണ് നമുക്ക് ചോദിക്കാം എന്ന് നോക്കാം. ഐ ക്യാൻ സ്റ്റഡി. എനിക്ക് പഠിക്കാൻ കഴിയും. എനിക്ക് പഠിക്കാൻ കഴിയില്ലേ എന്നാണെങ്കിലോ കാൻറ്റ് ഐ സ്റ്റഡി എന്ന് നമുക്ക് ചോദിക്കാം. ഇനി ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ കോൺ ഹി സ്പീക്ക് ഇംഗ്ലീഷ്. എങ്ങനെ ചോദിക്കാം? കോൺ ഹി സ്പീക്ക് ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലേ?
അപ്പോൾ ഇവിടെ കഴിയില്ലേ എന്നൊരർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. കോണ്ട്. ഓക്കെ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അപ്പോൾ അവിടെ നമ്മൾ കോണ്ട് യൂസ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. ഓക്കെ, ഇനി അവൾക്ക് വരയ്ക്കാൻ കഴിയും. ഷീ ക്യാൻ ഡ്രോ. അവൾക്ക് വരയ്ക്കാൻ കഴിയില്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ കോണ്ട് ഷീ ഡ്രോ. അവൾക്ക് വരയ്ക്കാൻ കഴിയില്ലേ, കോണ്ട് ഷീ ഡ്രോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാനിൻ്റെ 4 യൂസേജ് മനസ്സിലായി അല്ലേ? ഇപ്പോൾ ക്യാൻ എന്നത് കഴിയും, കഴിയുമോ, കഴിയില്ല, കഴിയില്ലേ, ഇങ്ങനെ 4 തരത്തിലും ക്യാൻ യൂസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ക്യാനിൻ്റെ യൂസേജസ്. ക്യാൻ എന്നത് നമുക്ക് കഴിയും എന്നൊരർത്ഥത്തിൽ പറയാം, കഴിയില്ല എന്നൊരർത്ഥത്തിലും നമുക്ക് യൂസ് ചെയ്യാം, കഴിയില്ലേ എന്നൊരർത്ഥത്തിലും നമുക്ക് യൂസ് ചെയ്യാം, കഴിയുമോ എന്നൊരർത്ഥത്തിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 4 തരത്തിലും ക്യാൻ എന്നത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സെൻറ്റൻസസ് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും ക്യാൻ എങ്ങനെയാണ്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, യു ക്യാൻ സ്വിം. നിനക്ക് നീന്താൻ കഴിയും. യു കാൺ സ്വിം. നിനക്ക് നീന്താൻ കഴിയില്ല. ക്യാൻ യു സ്വിം. നിനക്ക് നീന്താൻ കഴിയുമോ? കാണ്ട് യു സ്വിം. നിനക്ക് നീന്താൻ കഴിയില്ലേ. ഹീ ക്യാൻ ഗോ. അവന് പോകാൻ കഴിയും. ഹീ കോൺ ഗോ. അവന് പോകാൻ കഴിയില്ല. ഇനി അവന് പോകാൻ കഴിയുമോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ ഹീ ഗോ. അവന് പോകാൻ കഴിയുമോ? അവന് പോകാൻ കഴിയില്ലേ എന്നെങ്ങനെയാണ് ചോദിക്കുക? കോൺ ഹീ ഗോ. കോൺറ്റ് ഹീ ഗോ. അവന് പോകാൻ കഴിയില്ലേ. ഓക്കെ, ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കൂ. യു ക്യാൻ ഡു ദാറ്റ്. നിനക്കത് ചെയ്യാൻ കഴിയും. നിനക്കത് ചെയ്യാൻ കഴിയില്ല എന്നെങ്ങനെയാണ് പറയുക? യു കാൺറ്റ് ഡു ദാറ്റ്. നിനക്കത് ചെയ്യാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കാം? ക്യാൻ യു ഡു ദാറ്റ്. നിനക്കത് ചെയ്യാൻ കഴിയുമോ? നിനക്കത് ചെയ്യാൻ കഴിയില്ലേ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? കോൺറ്റ് യു ഡു ദാറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും ചോദ്യങ്ങളൊക്കെ ക്യാൻ യൂസ് ചെയ്തുകൊണ്ട് സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ സെൻറ്റൻസസ് നിങ്ങളായിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ക്ലാസ്. ക്യാൻ എന്നതിൻ്റെ പാസ്റ്റ് ഫോമായിട്ട് വരുന്നത് കുഡ് എന്നതാണ്. കുഡിൻ്റെ യൂസേജ് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, കാരണം വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ അതേക്കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം അജിത ശിവറാം.